മുസ്ലിമായ നാം ഓരോരുത്തരുടെ മേലും ബാധ്യതയായിട്ടുള്ള കാര്യമെന്നാൽ ഈ നന്മയുടെ മാർഗം നമ്മൾ ഓരോരുത്തരും മുസ്ലിമായ നമ്മൾ ഓരോരുത്തരും അത് മുറുകെ പിടിക്കണം, അത് ഉയർത്തിപ്പിടിക്കണം. അതിന്റെ പേരിൽ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, 6-ാം നൂറ്റാണ്ട് എന്ന പരിഹാസ വാക്കുകൾ കേൾക്കേണ്ടി വരും, പഴഞ്ചൻ എന്ന വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷേ അവരോട് നമ്മൾ പറയേണ്ട വാക്ക് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ്. അദ്ദേഹത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കപ്പൽ അത് നിർമ്മിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രമാണിക്കൂട്ടം ചെയ്ത കാര്യം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് അറിയിച്ചു തരുന്നുണ്ട്. വയസ്നഉൽ ഫുൽക വകുല്ലമാ മറ അലൈഹി മലഉ മിൻ ഖൗമി സഖിറു മിൻഹു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ കപ്പൽ നിർമ്മിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയ വലിയ ആളുകൾ, അവരുടെ വലിയ സമ്പത്തുള്ള ആളുകൾ, വലിയ ആളുകളാണെന്ന് നിലച്ച ആളുകൾ, അവർ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഹസിക്കുകയുണ്ടായി. സമാനമായ കാര്യം ഈ കാലഘട്ടത്തിലും നടക്കുന്നുണ്ട് അല്ലേ? മുസ്ലിമീങ്ങളെ കാണുമ്പോൾ ആളുകൾക്ക് എന്തോ പ്രയാസമുള്ളതുപോലെയാണ് അല്ലേ? നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചാൽ, താടി നീട്ടി വളർത്തിയാൽ, അത് വളർത്തുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ പരിഹസിക്കുകയാണ്. നിങ്ങൾ പരിഹസിച്ചുകൊള്ളുക. നമുക്ക് പറയാനുള്ളത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ വാക്കാണ്, ഇൻ തസ്ഖറു മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. നിങ്ങൾ പരിഹസിച്ചുകൊള്ളുക. നിങ്ങൾ ഈ ദുനിയാവിൽ നമ്മൾ എന്ത് പേരിട്ടുകൊണ്ട് വിളിച്ചുകൊള്ളുക. ഒരു രംഗം വരാനുണ്ട്, ഒരു ദിവസം വരാനുണ്ട്. എന്താണത്? നിങ്ങൾ എങ്ങനെയാണോ നമ്മളെ പരിഹസിച്ചത് അതുപോലെ തിരിച്ച് പരിഹസിക്കാനുള്ള ഒരു ദിവസം നമുക്കും വരാനുണ്ട് എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ വാക്കാണ് നമുക്കും ഇതുപോലുള്ള ആളുകളോട് പറയാനുള്ളത്. ഇസ്ലാം അത് സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങൾ പരിഹസിക്കാനോ ആയിക്കോളൂ, അതിൽ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ എല്ലാവരും എത്തും, അത് യാതൊരു സംശയവുമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. പിന്നീട് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. അന്ന് നമുക്കൊരു തീരുമാനമാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു പ്രയാസപ്പെടേണ്ടതുമില്ല. നമ്മൾ മനസ്സിലാക്കിയ ഈ ഇസ്ലാം എന്നുള്ള ഈ സ്വാതന്ത്ര്യത്തിന്റെ ദീൻ നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം.